എല്ലാ വർഷവും നമ്മൾ റിയൽമിയിൽ നിന്ന് കിട്ടുന്ന ഫോൺസ് നോക്കുകയാണെങ്കിൽ നമുക്ക് പല ഓപ്ഷൻസ് വരുന്നുണ്ട്. അതും പല ബഡ്ജറ്റിലായിട്ടാണ് വന്നേക്കുന്നത്. അതിപ്പോൾ 2021 നമുക്കൊരു ബഡ്ജറ്റ് ലൈനപ്പിനകത്ത് വന്നേക്കുന്ന ഒരു ഓപ്ഷനാണ് റിയൽമിയുടെ നാർസോ 30. അതും ഈ വീഡിയോ റിയൽമി നാർസോ 30ൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ആണ്. റിയൽമിയുടെ നാർസോ 30 എന്ന് പറയുന്ന ഫോൺ ഞാൻ ടെസ്റ്റ് ചെയ്തതിന് ശേഷം എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോണിനകത്ത് ഒരുപാട് ഹൈപ്പൊക്കെ പോയിട്ടുണ്ട്. അതിപ്പോൾ റിയൽമിയുടെ മിക്ക ഫോൺസിനകത്ത് വരുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഫോൺ എടുക്കാൻ പോകണമെങ്കിൽ, അതായത് ഇതിനകത്ത് മെയിനായിട്ട് ഒരു പറയുന്ന ഹൈപ്പ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഉപയോഗിച്ചേക്കുന്ന പ്രൊസസ്സർ ഒരു ഗെയിമിംഗ് പ്രൊസസ്സർ ആണെന്നുള്ളതാണ്. അതങ്ങനെ തന്നെയാണ്. കാരണം വെച്ചാൽ നമുക്ക് കഴിഞ്ഞ വർഷം നോക്കാൻ നേരത്ത് ഒരു ഗെയിമിംഗ് ഫോക്കസ്ഡായി വന്ന പ്രൊസസ്സറാണ് മീഡിയ ടെക്കിൻ്റെ ഹീലിയോ G95. അപ്പോൾ അത് തന്നെയാണ് ഈ ഫോണിനകത്ത് ഉപയോഗിച്ചേക്കുന്നത്. അത് ഞാനിവിടെ ഈ ഫോണിൻ്റെ ടെസ്റ്റ് ചെയ്ത വേരിയൻറ്റിനകത്ത് 4GB റാമും 64GB സ്റ്റോറേജേ ഉള്ളൂ. അത് ഞാനിവിടെ ഉപയോഗിച്ചേക്കുന്ന ഈ വേരിയൻറ്റ് ബേസ് വേരിയൻ്റ് ആണ്. അപ്പോൾ ഇതിന് മേളിലായിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് 6GB റാമും 128GB സ്റ്റോറേജാണ് വരുന്നത്. അപ്പം ആ വേരിയൻറ്റിലേക്ക് ഞാൻ പോകാറുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ വേരിയൻ്റ് എടുക്കാൻ നേരത്ത് പ്രൈസിങ് കുറച്ചും കൂടെ കൂടി നിൽക്കുകയാണ്. അതായത് ബേസ് വേരിയൻ്റെ പ്രൈസിംഗ് ആണ് അവർ ഭയങ്കരമായിട്ട് മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്രൈസിംഗ് എന്ന് പറയുന്നതാണ് ഒരു പ്രോപ്പർ ബഡ്ജറ്റ് പ്രൈസിംഗ് ആയിട്ട് അവർ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വേരിയൻറ്റ് ടെസ്റ്റ് ചെയ്തത്. അതും ഈ വേരിയൻറ്റ് ഉപയോഗിച്ചതിനകത്ത് എനിക്ക് സ്റ്റോറേജ് പരമായ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 64GB സ്റ്റോറേജ് ഉള്ളെങ്കിൽ നമുക്ക് സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള സ്ലോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നം വന്നില്ല. പിന്നെ റാമിനകത്തും അങ്ങനെ ഭയങ്കര പ്രശ്നം തോന്നിയില്ല. അപ്പോൾ റാം മാനേജ്മെൻറ്റ് മോശമായിരുന്നു. ഒരു 2-3 ആപ്പൊക്കെ മെമ്മറിയിൽ ഓപ്പണായി കിടക്കൂ കുറേ നേരം നോക്കാൻ നേരത്ത്. അതായത് ആ ആപ്പ് എന്ന് പറയുന്നത് കുറച്ച് ഹെവി ആണെങ്കിൽ തന്നെ അപ്പം തന്നെ റീലോഡിങ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പ്രതീക്ഷിച്ചൊരു കാര്യം തന്നെയാണ്, കാരണം റാം കുറവായുണ്ട്. പക്ഷേ ഇവിടെ ഉപയോഗിച്ച സമയത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പൊതുവെയുള്ള യൂസർ എക്സ്പീരിയൻസ് പറയുവാണെങ്കിൽ, അതായത് നമ്മളിപ്പോൾ നോർമലി ചെയ്യുന്ന കാര്യങ്ങളായ ഇൻസ്റ്റാഗ്രാം ബ്രൗസിങ്ങോ അല്ലെങ്കിൽ നമ്മൾ കോൾ ചെയ്യുക, മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ നെറ്റ് ബ്രൗസിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ അതൊക്കെ സ്മൂത്തായിട്ട് വർക്ക് ആവും. പിന്നെ ഗെയിമിങ്ങിനകത്ത് തന്നെ പാസ്പോർട്ട് ലാൻ കണക്കത്തെ ഒരു ഗെയിം കളിക്കുന്ന സമയത്ത് ഗെയിമിനകത്ത് ലാഗോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഫ്രെയിം ഡ്രോപ്സോ കാര്യങ്ങളൊന്നും അധികം കണ്ടില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ലൊരു കാര്യമാണ്. പക്ഷേ ഇവിടെ ഗെയിം കളിക്കുന്ന സമയത്ത് ഇതിനൊക്കെ പുറമെ വേറൊരു കാര്യം കൂടെ, ഫോൺ ചൂടാവുന്നത് ഒരുപാടാവരുത്. ഒരുപാട് ഫോൺ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഗെയിമിംഗ് എക്സ്പീരിയൻസ് പ്രോപ്പറായിട്ടൊന്നും ആയിരിക്കത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കുഴപ്പം ഈ റിയൽമിയുടെ നാർസോ 30 അതിങ്ങനെ ചൂടാവുന്നതിൻ്റെ ഒരു പ്രശ്നം സാധാരണ വരുന്നത് കൂളിംഗ് സിസ്റ്റം മോശമാകുമ്പോഴാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ഫോണിനകത്ത് അതല്ലായിരിക്കും പ്രശ്നം. അതിന് പകരം സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസേഷൻ്റെ പ്രശ്നമാകാനാണ് സാധ്യത. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചൂടാവുന്നതിൻ്റെ കൂടെ തന്നെ ഈ സോഫ്റ്റ്വെയർ പരമായ ഒരു പ്രശ്നം തോന്നിയൊരു സ്ഥലം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ചില സമയത്ത് ഇപ്പോൾ ലൈറ്റായിട്ടൊരു ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ പോലും ഫോണൊന്ന് സ്ലോ ആവുന്നോ അല്ലെങ്കിൽ ഫോണൊന്ന് ഹാങ് ആവുന്ന കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം വരേണ്ടതല്ല. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ തോന്നിയത്. അതുകൂടെ വേറെ കാര്യം കൂടെ എടുത്തു പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫോണകത്ത് ഇപ്പോൾ ആൻഡ്രോയിഡ് വേർഷൻ ആൻഡ്രോയിഡ് 11 ആണ്. അത് നമുക്ക് റിയൽമി UI-നകത്താണ് ചെയ്തേക്കുന്നത്. അതും ഇവിടുത്തെ UI എന്ന് പറയുന്നത് സ്റ്റോക്ക് ആൻഡ്രോയിഡ് കണക്കല്ലെങ്കിലും ഒരുപാട് ഹെവി ആയ ഒരു സ്കിന്നൊന്നും അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒപ്റ്റിമൈസേഷൻ കുറച്ചും കൂടെ ബെറ്റർ ആയി കഴിഞ്ഞാൽ, അതായത് ഈ പ്രൊസസ്സറിന് വേണ്ട രീതിയിലേക്ക് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇവിടുത്തെ യൂസർ എക്സ്പീരിയൻസിനകത്ത് മാറ്റങ്ങൾ വരാം. അതായത് ഗെയിം കളിക്കുമ്പോൾ ഇത്രയും ചൂടാവുന്ന കാര്യത്തിനകത്തൊരു കൺട്രോൾ വരാം. അപ്പോൾ അതെന്ന് പറയുന്നത് ചിലപ്പോൾ റിയൽമി ചെയ്യുമായിരിക്കും. പക്ഷേ ഇപ്പോൾ ഉപയോഗിക്കുമ്പം അങ്ങനത്തെ പ്രശ്നം കാണുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഞാൻ എടുത്തു പറയുന്നുണ്ട്, നമ്മളിപ്പോൾ നോർമലായിട്ടൊരു ടാസ്ക് ചെയ്യുവാണെങ്കിൽ ഈ ഒരു പ്രൈസിങ്ങിനകത്ത് ഇവിടുത്തെ പെർഫോമൻസിനകത്ത് ഒരു കുറ്റവും പറയില്ല. നല്ല സ്മൂത്തായിട്ടാണ് കാര്യങ്ങൾ വർക്ക് ആവുന്നത്. അതും ഇങ്ങനെ വർക്ക് ആവുന്നതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആ രീതി വരുന്നുണ്ട്. അതിവിടെ സ്മൂത്ത് ആയതിൻ്റെ വേറൊരു കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ ഡിസ്പ്ലേക്കകത്ത് 90 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. ഇവിടെ ഈ റിയൽമി നാർസോ 30 വന്നേക്കുന്ന ഡിസ്പ്ലേ ഒരു 6.5 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. അത് ഇതൊരു ഫുൾ HD പാനലാണ്. പക്ഷേ ഇതൊരു LCD പാനലാണ്. അതിവിടെ ഈ ഡിസ്പ്ലേയുടെ എക്സ്പീരിയൻസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഈ ഡിസ്പ്ലേ നമുക്ക് ഗെയിം കളിക്കാനും വീഡിയോ കാണാനും അതേക്കണക്കിന് കണ്ടന്റ് ഒക്കെ വായിക്കാനും അങ്ങനത്തെ എല്ലാ കാര്യത്തിനൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ നമ്മൾ ആ നല്ലത് പറയേണ്ടതെന്ന് പറയുന്നത് നമ്മൾ ഈ ഫോണിനെ നേരെ പിടിച്ച് നോക്കുമ്പോൾ മാത്രമാണ്. അതായത് വ്യൂയിങ് ആംഗിൾസിലേക്ക് നോക്കാൻ നേരത്ത് കുറച്ചൊന്ന് ടിൽറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ വ്യൂയിങ് ആംഗിളിനകത്തുള്ള പ്രശ്നം കാണാൻ പറ്റുന്നുണ്ട്. അത് മാത്രമല്ല ഇതൊരു LCD പാനലായതുകൊണ്ട് തന്നെ ബാക്ക് ലൈറ്റിംഗ് എല്ലാ സ്ഥലത്തും പ്രോപ്പർ അല്ല. അപ്പോൾ നമ്മളിവിടെ ഈ അൺഈവനായിട്ടുള്ള ബാക്ക് ലൈറ്റിംഗ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ പോണത് ഈ ഹോൾ പഞ്ച് ക്യാമറ ഏരിയയിലാണ്. അപ്പോൾ അവിടെയാണ് അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ബാക്കിയുള്ള പോർഷനിലൊന്നും അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ലായിരുന്നു. പക്ഷേ വ്യൂയിങ് ആംഗിൾ പരമായ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ എന്തായാലും ശ്രദ്ധിക്കും. പക്ഷേ അങ്ങനെയൊക്കെ പറയുവാണെങ്കിലും ഈ ഒരു ബഡ്ജറ്റിനകത്ത് ഈ ഡിസ്പ്ലേ നല്ലൊരെണ്ണം തന്നെയാണ്. അതായത് നമ്മൾ ഈ ഒരു പ്രൈസ് പോയിന്റ് എടുക്കുവാണെങ്കിൽ നമുക്ക് ഇത്രയും വലിയൊരു ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ബെസൽസ് ചെറുതാണ്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളേഴ്സൊക്കെ ഷാർപ്പായിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. LCD ഡിസ്പ്ലേ ആയിട്ട് പോലും അതിനകത്തൊന്നും അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളില്ലായിരുന്നു. പിന്നെ ബ്രൈറ്റ്നസ് ലെവൽ നമുക്ക് അത്യാവശ്യം കിട്ടുന്നുണ്ട്. അതായത് പീക്ക് ബ്രൈറ്റ്നസ് ലെവൽ നോക്കുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം വരുന്നുണ്ട് തന്നെ. നമ്മൾ ഫോൺ പുറത്ത് ഉപയോഗിക്കുവാണെങ്കിൽ പോലും നമുക്ക് കണ്ടന്റ് വായിക്കുമ്പോൾ അങ്ങനെ വലിയ ബുദ്ധിമുട്ട് വരുന്നില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ രീതി പറയാൻ നേരത്ത് എനിക്ക് ഡിസ്പ്ലേ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഈ രണ്ട് പ്രശ്നങ്ങൾ ഈ ഡിസ്പ്ലേ ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ അതനക്ക് തന്നെ ഇവിടെ 90 Hz റിഫ്രഷ് റേറ്റുള്ള ഒരു കാര്യം നമ്മൾ യൂസർ എക്സ്പീരിയൻസിനകത്ത് കുറേയൊക്കെ സഹായിക്കുമെങ്കിൽ പോലും നമ്മളിപ്പോൾ 90 Hz റിഫ്രഷ് റേറ്റ് വരുന്ന വേറൊരു 20,000 റേഞ്ചിലുള്ള ഫോണായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ ആ ഒരു ഫോണിൻ്റെ ഒരു പ്രത്യേകത ഒന്നും ഇതിനകത്ത് കണ്ടില്ലായിരുന്നു. അതായത് ഇവിടെ സ്മൂത്തായിട്ട് തന്നെയാണ് സ്ക്രോളും കാര്യങ്ങളൊക്കെ നടക്കുന്നതെങ്കിലും ചില സമയത്തൊക്കെ ലാഗ് കൂടുതലുള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഈ 90 Hz റിഫ്രഷ് റേറ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഭയങ്കരമായിട്ട് തോന്നിയില്ലായിരുന്നു. സാധാരണ നമ്മൾ 60 Hz ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു ഡിസ്പ്ലേ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു വ്യത്യാസം നല്ലോണം അറിയേണ്ടതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഭയങ്കര വ്യത്യാസം ഇവിടെ അറിയുന്നില്ലായിരുന്നു. പക്ഷേ എന്നാൽ പോലും നമുക്ക് ഇങ്ങനെയുള്ളൊരു കാര്യം, ഇങ്ങനത്തെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഈ ഒരു പ്രൈസ് പോയിന്റിനകത്ത് വന്നേക്കുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്.
പിന്നെ ഇവിടുത്തെ ഓഡിയോ ഔട്ട്പുട്ട് നോക്കുവാണെങ്കിൽ നമുക്കിവിടെ പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒറ്റ സ്പീക്കർ മാത്രമേ വരൂ. അപ്പോൾ അതങ്ങനെ തന്നെയാണ്. പക്ഷേ എന്നാലും ഈ സ്പീക്കർ സിസ്റ്റം നല്ല തന്നെയാണ്. ഈ താഴെ കാണുന്ന ഗ്രില്ല് മാത്രമാണ് സ്പീക്കർ ഗ്രില്ല് എന്ന് പറയുന്നത്. അതിനകത്ത് വരുന്ന ഓഡിയോ ഔട്ട്പുട്ട് അത്യാവശ്യം നല്ലതാണ്, നല്ലോണം തന്നെ ലൗഡ് ആവുന്നുണ്ട്. പിന്നെ അതിൻ്റെ തന്നെ ക്വാളിറ്റിക്ക് അതൊന്നും അധികം ഇഷ്യൂസ് ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പം ഒരു ചെറിയ റൂമിനകത്തിരുന്ന് ഓഡിയോ ഔട്ട്പുട്ട് നോക്കാൻ നേരത്ത് അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ലൗഡ് സ്പീക്കറിൽ നിന്ന് വരുന്നത്. പിന്നെ അതിൻ്റെ നമുക്കിവിടെ വേണമെങ്കിൽ ഹെഡ്ഫോൺ ഉപയോഗിക്കണമെങ്കിൽ ഹെഡ്ഫോൺ ജാക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊരു നല്ല കാര്യമാണ്. പിന്നെ അതിനൊക്കെ പുറമെ ഇവിടുത്തെ ബ്ലൂടൂത്ത് വെർഷൻ 5 ആയതുകൊണ്ട് തന്നെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഉപയോഗിക്കാൻ നേരത്ത് കണക്ഷനകത്ത് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. കണക്ഷൻ ബ്രേക്ക് ആവുന്ന കാര്യങ്ങളൊന്നും കണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു രീതി പറയുമ്പോഴും ഓഡിയോ സിസ്റ്റം മൊത്തത്തിൽ നല്ലോണം ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് ഇവിടുത്തെ ഡിസ്പ്ലേയും ഇവിടുത്തെ ഓഡിയോ സിസ്റ്റം ഇങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ മീഡിയ കാണുന്ന സമയത്ത് നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കിട്ടുന്നത്. ഇനി അടുത്ത് നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ക്യാമറ സിസ്റ്റമാണ്. അത് ഇങ്ങനത്തെ ഒരു ബഡ്ജറ്റ് ഫോണിനകത്ത് ക്യാമറ സിസ്റ്റം സാധാരണ നല്ല മോശമാകൊണ്ടാണ്. പക്ഷേ ഇവിടെ അങ്ങനെ അല്ല. അതായത് ഇവിടെ എടുത്ത് പറയേണ്ട കാര്യമുണ്ട്, നമുക്ക് 2 ക്യാമറ ഉണ്ടെന്ന് മാത്രം കണക്കാക്കിയാൽ മതി. ബാക്കി 3 ക്യാമറയും ഫ്രണ്ടിൽ ഒരെണ്ണമാണ് വന്നേക്കുന്നത്. പക്ഷെ അങ്ങനെ നോക്കണ്ട, ബാക്കിൽ ഒരു ഒറ്റ ക്യാമറ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്യാമറ. അത് നമ്മുടെ മെയിൻ ക്യാമറയാണ്. അത് ഈ മെയിൻ ക്യാമറ ഒരു 48 മെഗാ പിക്സൽ ക്യാമറയാണ്. ഇതിൻ്റെ ആപ്പച്ചർ f1.8 ആണ്. ഇതിനകത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. അപ്പോൾ അത് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട കാര്യമല്ല. പക്ഷെ എന്നാലും നമ്മൾ ഈ ക്യാമറ നല്ല ലൈറ്റുള്ള ഒരു സമയത്ത് ഫോട്ടോ എടുക്കാൻ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസാണ് കിട്ടുന്നത്. കളേഴ്സൊക്കെ ഷാർപ്പാണ്. അത് മാത്രമല്ല സാച്ചുറേഷൻ ലെവൽ കുറച്ച് കൂടി നിൽപ്പുണ്ട്. പിന്നെ ബോക്കെ എഫക്റ്റ് ഉണ്ട് അതിനകത്ത്. ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബോക്കെ എഫക്റ്റ് കാണാൻ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഡൈനാമിക് റേഞ്ചും തിരക്കേടില്ലാത്ത രീതിയിലാണ് വന്നേക്കുന്നത്. അതായത് നമ്മൾ നല്ല ലൈറ്റിംഗിൽ എടുക്കുന്ന ഫോട്ടോസ് നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസാണ്. ഇപ്പോൾ 12,500 റുപ്പീസിലുള്ള ഫോണിനകത്ത് എടുത്ത ഫോട്ടോ ഒന്നും അങ്ങനെ അധികം തോന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനത്തെ രീതിയിൽ ഇതിൻ്റെ ക്യാമറ സിസ്റ്റം ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ലൈറ്റ് കുറഞ്ഞൊരു സമയത്ത് ഫോട്ടോ എടുക്കാൻ പോവുകയാണെങ്കിൽ ക്വാളിറ്റി നല്ലോണം തന്നെ മോശമാകുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ നൈറ്റ് മോഡ് ഓൺ ചെയ്തിട്ട് എടുത്താൽ പോലും വളരെ ഗ്രെയിൻസ് കൂടിയ ഫോട്ടോസാണ് വരുന്നത്. അതായത് നമുക്ക് ലൈറ്റ് ഇല്ലാത്ത സമയത്ത് ഈ ക്യാമറ ഉപയോഗിക്കാൻ പറ്റിയൊരു ക്യാമറ അല്ല. അത് ഇവിടുത്തെ വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ കാര്യം നോക്കാൻ നേരത്ത് തന്നെ നല്ല ലൈറ്റുള്ളൊരു സമയത്ത് വീഡിയോ എടുക്കാൻ പോവുകയാണെങ്കിൽ 4K 30 FPS വരെ വീഡിയോ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പോലും ഞാൻ 1080p 60 എടുത്തപ്പോഴത്തേക്കും തിരക്കേടില്ലാത്ത വീഡിയോസാണ് കിട്ടിയേക്കുന്നത്. അതായത് നമുക്ക് സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത് അങ്ങനെ ഭയങ്കര മോശമല്ല. പിന്നെ ഫോക്കസ് ചെയ്യും അത്യാവശ്യം വേഗത്തിൽ നടക്കുന്നുണ്ട്. പിന്നെ കളേഴ്സ് എല്ലാം നല്ല ഷാർപ്പായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോയ്ക്കകത്തും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വീഡിയോ തന്നെയാണ് ഈ മെയിൻ ക്യാമറ എന്ന് കിട്ടുന്നത്. പിന്നെ ഇവിടുത്തെ ബാക്കിയുള്ള 2 ക്യാമറ ശ്രദ്ധിക്കുക പോലും വേണ്ടെന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും 2 മെഗാ പിക്സൽ ക്യാമറയാണ്. അത് ഇതെടുക്കുന്ന ഫോട്ടോസിൻ്റെ ക്വാളിറ്റി വളരെ മോശമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് ഉപയോഗിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ നമ്മൾ ഫ്രണ്ട് ക്യാമറ നോക്കുവാണെങ്കിൽ ഫ്രണ്ടിൽ വന്നേക്കുന്നത് ഒരു 16 മെഗാ പിക്സൽ ക്യാമറയാണ്. അത് ഇതൊരു നല്ല സെൽഫി ക്യാമറ തന്നെയാണ്. ഈ ക്യാമറ എടുക്കുന്ന സെൽഫിക്കകത്ത് കുറച്ച് പ്രോസസ്സിങ്ങോ അതേക്കങ്ങനെ സ്മൂതനിങ് ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. പിന്നെ ഷാർപ്നെസ്സിനകത്തും പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അതേക്കങ്ങനെ സ്കിൻ ടോണകത്തും അധികം ഇഷ്യൂസ് കണ്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടുത്തെ സെൽഫീസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതേക്കങ്ങനെ ഇവിടുത്തെ വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫ്രണ്ട് ക്യാമറ വെച്ചെടുക്കുന്ന വീഡിയോയുടെ കാര്യം നോക്കാൻ നേരത്ത് നമുക്ക് സ്റ്റെബിലൈസേഷൻ കുറച്ച് മോശമാണെങ്കിലും ഈ മുമ്പേ പറഞ്ഞ അഡ്വാൻറ്റേജ് എല്ലാം ഉണ്ട്. പിന്നെ അതിനകത്ത് തന്നെ നമുക്കിങ്ങനെ പ്രോസസ്സിങ് ഒരുപാട് കൂടുതലുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വീഡിയോ തന്നെയാണ് ഈ ഫ്രണ്ട് ക്യാമറ എടുക്കുന്നത്. അതായത് ഇവിടുത്തെ ഈ ക്യാമറ സിസ്റ്റം എന്ന് പറയുന്നത് ബാക്കിലത്തെ മെയിൻ ക്യാമറയും ഈ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നതും തിരക്കേടില്ലാത്ത 2 ക്യാമറാസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ബഡ്ജറ്റിനകത്ത് അത് നമ്മൾ എടുത്ത് കാണിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ അടുത്ത് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ബാറ്ററിയാണ്. അതായത് ഇവിടുത്തെ ബാറ്ററി ബാക്കപ്പും ചാർജിങ് മെത്തേഡും ഒക്കെയാണ് പറയേണ്ടത്, പ്രത്യേകിച്ചും ചാർജിങ് സ്പീഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ ബാറ്ററി ബാക്കപ്പിലേക്ക് വരുവാണെങ്കിൽ ആദ്യം അറിയേണ്ടത് ഇവിടുത്തെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് 5000 mAh ആണ്. അപ്പോൾ അത്യാവശ്യം വലിയൊരു ബാറ്ററിയാണ്. അതും ഞാനിവിടെ സെറ്റിംഗ്സ് എല്ലാം ഏറ്റവും ഹൈ ആയിട്ട് ഇട്ടിട്ട്, അതായത് നമ്മളിവിടുത്തെ 90 വാട്ട്സ് റിഫ്രഷ് റേറ്റ് ഓൺ ചെയ്തിട്ട് പിന്നെ ബ്രൈറ്റ്നസ് ലെവൽ 50ക്ക് മുകളിലൊക്കെ വെച്ച് ഉപയോഗിച്ച സമയത്ത് എനിക്ക് നല്ലൊരു സ്ക്രീൻ ഓൺ ടൈമാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അത്യാവശ്യം ഒരു ഹെവി യൂസ് ആയിരുന്നപ്പോൾ പോലും ഒരു 6.5 മണിക്കൂർ റേഞ്ചിനകത്ത് സ്ക്രീൻ ഓൺ ടൈം വരുന്നുണ്ടായിരുന്നു. അത് എനിക്കൊരു ഉറപ്പ് പറയാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ആവറേജ് യൂസർ ആണെങ്കിൽ ഈ ഫോണിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് ഒരു 1.5 ദിവസം 2 ദിവസം വരെയൊക്കെ നിൽക്കും. അതും ഇവിടെ ബാറ്ററി തീർന്നു കഴിഞ്ഞാൽ തന്നെ ചാർജ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഫോണിൻ്റെ കൂടെ ഒരു 30 വാട്ട് ചാർജർ കിട്ടുന്നുണ്ട്. അത് ആ ചാർജർ വെച്ച് നിങ്ങൾ ചാർജ് ചെയ്യുവാണെങ്കിൽ നമുക്ക് 0 to 100% ചാർജ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് വെറും 1 മണിക്കൂറും 10 മിനിറ്റുമാണ്. അപ്പോൾ ഇത് അത്യാവശ്യം സ്പീഡായിട്ടുള്ള ചാർജിങ് ആണ്. പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു ബഡ്ജറ്റിനകത്ത് ഇങ്ങനത്തെ ഒരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഒരു ഫാസ്റ്റ് ചാർജർ കൂടെ കിട്ടുകയും ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ്. അത് നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഫാസ്റ്റ് ചാർജിങ് ചെയ്യുമ്പോൾ ഫോൺ കുറച്ച് ചൂടാവും, പക്ഷേ അത് നമുക്ക് പ്രശ്നമുള്ളൊരു കാര്യമല്ല. പിന്നെ ഇവിടെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഫീച്ചറൊന്നും വരുന്നില്ല. പിന്നെ ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോണകത്ത് ഇതൊക്കെ നല്ലോണം വന്നിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ ബിൽഡ് ക്വാളിറ്റി നല്ല മോശമായിരുന്നു. അതായത് ഡിസൈനകത്ത് എനിക്ക് പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. ഡിസൈൻ നല്ലൊരു ഡിസൈൻ തന്നെയാണ്. പ്രത്യേകിച്ച് നമുക്ക് ഇങ്ങനത്തെ ഒരു ബഡ്ജറ്റിനകത്ത് നല്ലൊരു അട്രാക്റ്റീവായിട്ട് നിൽക്കുന്ന ഡിസൈനാണ്. ഈ ബാക്കിൽ നോക്കാൻ നേരത്ത് തന്നെ ഇങ്ങനത്തെ ഒരു വി പാറ്റേൺ എന്ന് പറയുന്നത് നല്ല അട്രാക്റ്റീവായിട്ട് നിൽക്കുകയാണ്. പിന്നെ ക്യാമറ മോഡ്യൂളും നല്ല മാച്ചിങ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കനം നോക്കുവാണെങ്കിൽ തന്നെ ഭയങ്കര കനം കൂടിയ ഫോണൊന്നും അല്ല, പക്ഷേ എന്നാലും കുറച്ച് കനമുണ്ട്. അതായത് 9.4 mm ആണ് തിക്നെസ്. പക്ഷേ നമ്മൾ വെയിറ്റ് നോക്കുവാണെങ്കിൽ വെയിറ്റ് 192 ഗ്രാംസേ ഉള്ളെങ്കിൽ പോലും വെയിറ്റ് ബാലൻസ് കറക്റ്റായിട്ടല്ല ചെയ്തേക്കുന്നത്. മുകളിലേക്ക് കുറച്ചുകൂടെ ഹെവി ആയിട്ട് തോന്നുന്നുണ്ടായിരുന്നു. അതായത് ഫോൺ പിടിക്കുമ്പോൾ അത് അറിയുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നാലും അതങ്ങനെ യൂസർ എക്സ്പീരിയൻസിനകത്ത് അങ്ങനെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നൊരു കാര്യമല്ല. പക്ഷേ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നൊരു കാര്യം എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ബിൽഡ് ക്വാളിറ്റിയാണ്. നല്ല മോശമായ ബിൽഡ് ക്വാളിറ്റിയാണ്. അതായത് പ്ലാസ്റ്റിക് ഫ്രെയിമും പ്ലാസ്റ്റിക് ബാക്കും ഒക്കെയാണ് വന്നേക്കുന്നത്. അപ്പോൾ അതൊന്നും പ്രശ്നമല്ല. പക്ഷേ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റി മോശമായിട്ടാണ് തോന്നിയത്. കാരണം നമ്മളിവിടുത്തെ ബാക്ക് പ്ലാസ്റ്റിക് നോക്കുവാണെങ്കിൽ തന്നെ അവിടെ ഇങ്ങനെ ഞെങ്ങുന്നൊരു കാര്യം കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അതിൻ്റെ തന്നെ ഫോണിന് ചെറുതായിട്ടൊന്ന് വളയ്ക്കുമ്പോൾ തന്നെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ലോ ക്വാളിറ്റി ആണെങ്കിൽ മാത്രമാണ് അങ്ങനെ വരുന്നത്.
അപ്പോൾ അതിവിടെ ഈ നാർസോ 30 ഉണ്ടായിരുന്നു. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ എന്നാലും ഇവിടുത്തെ ബട്ടൺ ക്വാളിറ്റിക്കകത്ത് അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഒരു വരുത്തിയിട്ടില്ല. അതായത് നമ്മൾ ബട്ടൻ്റെ ഫീഡ്ബാക്ക് നോക്കുവാണെങ്കിൽ ഈ വോളിയം ബട്ടനകത്തൊക്കെ നല്ല ഫീഡ്ബാക്ക് ഉണ്ട്. പിന്നെ പവർ ബട്ടണിലും അതേപോലെ വരുന്നുണ്ട്. അത് ഈ പവർ ബട്ടണിനകത്ത് നമ്മുടെ ഫിംഗർ പ്രിന്റ് സ്കാനർ വരുന്നുണ്ട്. അതായത് ഈ ഫോണിനകത്ത് അൺലോക്കിംഗ് മെത്തേഡ് ഫിംഗർ പ്രിന്റ് അൺലോക്ക് ആണ്. അത് ഈ ഫിംഗർ പ്രിന്റ് സ്കാനർ ഈ ഒരു ബഡ്ജറ്റിനകത്ത് അല്ലെങ്കിൽ ഒരു 20,000 ഫോണിൻ്റെ ബഡ്ജറ്റ് എടുത്ത് നോക്കിയാൽ പോലും നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള നല്ല ആക്യുറസി ഉള്ള ഒരു സ്കാനറാണ്. അതായത് ഈ സ്കാനറിനകത്ത് എനിക്കൊരു പ്രശ്നം തോന്നിയില്ല. നല്ലോണം ഇഷ്ടപ്പെട്ടൊരു സ്കാനർ തന്നെയാണ്. അത് ഇവിടുത്തെ ബാക്കിയുള്ള കാര്യത്തിനകത്ത് വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വൈഫൈ വേർഷൻ ഡ്യുവൽ ബാൻഡ് വൈഫൈ ആണ്. പിന്നെ NFC കിട്ടുമെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ NFC ഒന്നും വരുന്നില്ല. പക്ഷേ എന്നാലും നമുക്ക് ബാക്കി വേണ്ട സെൻസേഴ്സ് എല്ലാം ഈ ഫോണിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടു കഴിയാൻ നേരം നമുക്ക് മനസ്സിലാവേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഗെയിമിംഗ് പെർഫോമൻസ് ഉള്ള ഒരു ഫോൺ ആണെന്ന് കരുതി നാർസോ 30 എടുക്കാൻ പോവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പോരായ്മകൾ തോന്നും. പക്ഷേ അങ്ങനല്ല, നമ്മൾ ഈ ഒരു ബഡ്ജറ്റിനകത്ത് നല്ലൊരു ഫോണാണ് നോക്കുന്നത്. അതായത് നമുക്ക് അത്യാവശ്യം നല്ല പെർഫോമൻസ് വേണം, പിന്നെ കുഴപ്പമില്ലാത്ത ക്യാമറ സിസ്റ്റം ആയിരിക്കണം, പിന്നെ ബാറ്ററി ബാക്കപ്പ് നല്ലോണം കിട്ടണം. അതങ്ങനെ ഡിസ്പ്ലേ ക്വാളിറ്റി എന്ന് പറയുന്നത് നമുക്ക് കുറ്റമൊന്നും പറയാൻ പറ്റരുത്. അതായത് നമുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ നേരെ കണ്ടന്റ് കാണുന്ന സമയത്ത് നമുക്ക് അതിനെ കുറ്റമൊന്നും തോന്നരുത്. അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഈ ഒരു ബഡ്ജറ്റിനകത്ത്, അതായത് നമ്മൾ ഈ 4GB റാമും 64GB സ്റ്റോറേജും വരുന്ന വേരിയൻ്റ് കാര്യമാണ് പറയുന്നത്. ആ ഒരു ബഡ്ജറ്റിനകത്ത് ഈ റിയൽമി നാർസോ 30 നമുക്ക് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇത്രയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനൽ പ്രൊമോട്ടും ചെയ്യുക. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.